ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോഴിക്കോട്ടുകാർ കാത്തുവച്ചിരിക്കുന്ന ജനവിധിയുടെ സാധ്യത ഓർമ്മിപ്പിക്കട്ടെ, സാധ്യതയാണ്, പ്രവചനമാണ്. 3 സ്ഥാനാർത്ഥികളും ആദ്യം വരട്ടെ. UDF, LDF, NDA. പേരൊന്നുകൂടി പറയേണ്ട കാര്യമില്ല, നമുക്കൊക്കെ അത്ര ചിരപരിചിതമായ മുഖങ്ങളാണ്. 43% വോട്ടുകളുമായി UDF സുരക്ഷിതമായി കോഴിക്കോട് മണ്ഡലം നിലനിർത്തും എന്നാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സർവേയിൽ കാണുന്നത്. 43.22% വോട്ടുകളുമായി MK രാഘവൻ മണ്ഡലം നിലനിർത്താനാണ് സാധ്യത എന്നാണ്. നോക്കൂ, എളമരം കരീമിന് 38% വോട്ടുകൾ ലഭിക്കും എന്നാണ്. 2ാം സ്ഥാനത്താണ് LDF എന്നാണ്. NDA കുറച്ച് വോട്ടുകൾ കൂട്ടുന്നുണ്ട്. കണ്ടല്ലോ, കോഴിക്കോട്ട് MK രാഘവൻ. ഞാൻ പറയുന്നതല്ല, മനോരമയുടെ സർവേയാണ്. മനോരമ ഒരു പെട്ടെന്ന് കയറി വന്ന ചാനലാണ്. ഏഷ്യാനെറ്റും മാതൃഭൂമിയൊക്കെ കൈയടക്കി നിന്ന സമയത്ത് മനോരമ കാശ് ചിലവാക്കി, കാശുള്ള ടീമാണ്, പെട്ടെന്ന് കയറി ബ്രില്യൻ്റ് ആയ ഒരു ചാനലാണ്. മനോരമ സർവേയാണ്. സർവേക്കൊന്നും കാര്യമില്ലെങ്കിൽ പോലും MK രാഘവനാണ് അവിടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനോരമ പറയുന്നത്. ഞാനല്ല. പക്ഷേ സാധ്യതകൾ, കാരണം MK രാഘവനെ പല കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല. കാരണം ശശി തരൂരിനോട് താല്പര്യമുള്ള ഒരു വിമതൻ എന്നുള്ള ലെവലിലാണ് MK രാഘവനെ കാണുന്നത്. ശശി തരൂരിനും ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളത്. തിരുവനന്തപുരത്തും ഈ പറഞ്ഞ വലിയ നേതാക്കളൊന്നും തള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2 പേര് ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഈ തള്ളലില്ലാത്തതാണ് ഒരുവനൊക്കെ നല്ലത്. ഇപ്പോൾ VD സതീശൻ്റെയോ സുധാകരൻ്റെയോ അല്ലെങ്കിൽ ചെന്നിത്തല ഇതിലൊന്നും ഭാഗമല്ല. ചെന്നിത്തലയൊക്കെ വേറെ ലെവലിലാണ്. ലെവൽ വേറൊന്നുമല്ല, വിമതനാണത്, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും അത് ചെന്നിത്തല കാര്യം നമുക്കറിയാമല്ലോ. VD സതീശനെയൊക്കെ ഉള്ള ഉള്ളിൽ എതിർപ്പുള്ള കക്ഷിയാണ്. കാരണം ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് കൊതിയുള്ള ആളാണ്. ഇനിയിപ്പോൾ സമ്മതിക്കില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും VD സതീശനെയോ സുധാകരനെയൊക്കെ പിടിച്ച് നിർത്തും. അതിനുള്ള പോക്കാണ്. കാരണം പ്രത്യേകിച്ചും VD സതീശൻ സൂത്രശാലിയാണ്. അതവിടെ നിൽക്കട്ടെ. കുതന്ത്രവും കുബുദ്ധിയൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടത്, അതിലൊന്നൊരു കാര്യമല്ല, പോട്ടെ. അപ്പം ഈ രാഘവൻ എന്ന് പറയുന്ന കക്ഷി ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കമുള്ളതാണ്. ഇതിൽ രസമെന്ന് പറയാൻ BJPയുടെ വോട്ടിംഗ് ശതമാനം കൂടും. രമേശിനെ ഭയങ്കര ഇഷ്ടമല്ലവർക്കും. സാധാരണക്കാരനിൽ ഒരു നല്ല മനുഷ്യനാണ്. BJPയിൽ ഒരു നല്ല ന്യായമുള്ള മനുഷ്യൻ. അനാവശ്യ വിവാദങ്ങളൊന്നുമില്ലാത്ത, തള്ളലുകളില്ലാത്ത, RSSൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പോയിൻ്റ് പറയുന്ന ആൾ. പിന്നെ എളമരം കരീം, കുറേ മുസ്ലിം വോട്ട് കിട്ടും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എങ്കിലും പിണറായി വിജയൻ്റെ ഭരണം മോശമായതിൻ്റെ ലക്ഷണമൊക്കെ കരീമിനെ അത് ബാധിക്കും. കരീമിൻ്റെ കുറ്റമല്ലത്. കാരണം നമുക്ക് കാഴ്ചകളിൽ നമുക്കറിയാം, പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിൽ മൊത്തത്തിൽ മോശമാണ്. അത് ജനങ്ങളെല്ലാം വെറുത്ത്. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ കാണുന്നതാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നതാണ് എല്ലാം കൊള്ളായിരുന്നു. പക്ഷേ ഈ ഭരണം എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയ്ക്കുണ്ട്. ക്ഷേമ പെൻഷനും മറ്റും മറിച്ചതും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിറയെ പ്രശ്നങ്ങളുള്ളൊരു പിണറായി വിജയൻ സർക്കാരിൻ്റെ വിധിയെഴുത്തും കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന് എളമരം കരീമും കൂടെ മാപ്പുസാക്ഷിയാവുകയാണ്. എളമരം കരീമും നല്ലവരാണെന്ന് ഞാൻ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും നല്ലവരെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് MK രാഘവൻ ജയിക്കട്ടെ, കാണാം നമുക്ക്.